ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വോൾവോയുടെ XC90 ആണ്. ലോകത്ത് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്, വോൾവോ XC90. അപ്പോൾ ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ബ്രേക്ക് നോയ്സ് ആയിട്ടാണ്. അപ്പോൾ ബ്രേക്ക് നോയ്സിന് വേണ്ടി നമ്മൾ ഈ വാഹനത്തിൻ്റെ റിയർ ബ്രേക്ക് പാഡും അതേമാതിരി തന്നെ ബ്രേക്ക് ഡിസ്കും നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയറിലെ നമ്മൾ ഡിസ്ക് മെയിനായിട്ട് റിപ്ലേസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ബ്രേക്ക് ഡിസ്ക് നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടില്ല. ഡിസ്ക് നമ്മൾ സ്കിമ്മിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ബ്രേക്ക് പാഡ് നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ ബ്രേക്ക് ഡിസ്ക് നമ്മൾ മാറാനുണ്ടായിരുന്ന കാര്യമാണ് ഞാനിപ്പം കാണിക്കുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് പോയിട്ട് മെറ്റൽ ടു മെറ്റൽ ആയതിനു ശേഷം ഇതിൻ്റെ ഡിസ്ക് കംപ്ലീറ്റ് സ്കോറിങ് വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു സൈഡിൽ ഡിസ്ക് നല്ലപോലെ തേയ്മാനം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനത്തിൽ ഡിസ്ക് നമ്മൾ റിപ്ലേസ് ചെയ്യാണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാഹനത്തിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ തന്നെ ഗിയർ ലിവറിനോട് ചേർന്ന് തന്നെ ഒരു നോബും ഉണ്ട്. അത് നമ്മൾ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വോൾവോയിൽ കാണുന്ന ഒരു എയർ ബാഗ് ഏതാണെന്നുള്ളത്. ഈ വോൾവോയിൽ വരുന്ന എയർ ബാഗ് എന്ന് പറയുന്നത് IC എയർ ബാഗാണ്. IC എയർ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലാറ്റബിൾ കർട്ടൻ എയർ ബാഗ് എന്നാണ് IC എന്നുള്ളതിന് അർത്ഥമാക്കുന്നത്. IC എയർ ബാഗ് നിങ്ങൾക്ക് കാണാം ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾവോയിൽ വരുന്ന എയർ ബാഗിനെ കുറിച്ച്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന സ്പീക്കറൊക്കെ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് സ്പീക്കറും കാര്യങ്ങളും തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നമ്മളൊരു മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കാറില്ല എന്ന് നമുക്ക് വേണം പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഇതേമാതിരിയുള്ള വർക്കും കാര്യങ്ങളും കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലും സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചുള്ളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറും അതേമാതിരി തന്നെ അത് ചെക്ക് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ. നമുക്ക് കൂടുതലും മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കാറില്ല എന്ന് നമുക്ക് വേണം പറയാം. ഇനി വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ അകത്ത് ലാംഗ്വേജ് കിടക്കുന്നത് ഇപ്പം നിലവിൽ അറബിയിലാണ്. ഇനി നമുക്കിതിപ്പം അറിയാത്തൊരാൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 വര കാണാം. ആ വരയിൽ നിന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റത്തിൻ്റെ സെറ്റപ്പിൻ്റെ ഒരു ഇത് കാണാം. ഇനി അവിടെ നിന്നും അതേമാതിരി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗിയറിൻ്റെ ഒരു പടം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇനി അതേമാതിരി ഞാൻ ഈ പോകുന്നത് എനിക്ക് അറബി വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പോകേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് UK എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ പോവുക. ഇനി അതേമാതിരി തന്നെ ഇവിടെ S കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ എത്ര ഡ്യൂ ഉണ്ടെന്നൊക്കെ ഇവിടെ കാർ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇനി ഈ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടല്ലോ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീണ്ടും ഇംഗ്ലീഷിലാണ് ഇത് കിടക്കുന്നത്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല വേറെ ലാംഗ്വേജാണ് വേണ്ടതുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്ന അതേമാതിരി തന്നെ ചെയ്യുക. ഈ മുകളിൽ നിന്നുള്ള ലൈന് താഴോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ സിസ്റ്റം എന്ന് കാണാം. ഇനി താഴെ സിസ്റ്റത്തിൽ പോവുക. കണ്ടല്ലോ. ഇനി ഇവിടെ സിസ്റ്റം ലാംഗ്വേജ് ആൻഡ് യൂണിറ്റ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 3ാമത്തെ ഇതിലാണുള്ളത്. അപ്പോൾ ഇനി അവിടെ അതേമാതിരി സിസ്റ്റം ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. അതിനുശേഷം യെസ് കൊടുക്കുക. ഇത് കണ്ടല്ലോ, ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി അതേമാതിരി തന്നെ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ്. ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ വാഹന സംബന്ധമായ ജർമ്മൻ വാഹനങ്ങളുടെ വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ലൊരു വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തരം ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ മിതമായ നിരക്കിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.